ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓംനി അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ MOPയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി മുൻകാല MOP പരീക്ഷകളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ പാഠഭാഗവും പഠിച്ച സമയത്ത് അതത് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ മുൻകാല ചോദ്യ പേപ്പേഴ്സിലെ ചോദ്യങ്ങൾ അതേ ക്രമത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇവ കൂടുതൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് വഴി അനായാസം MOP പരീക്ഷ മികച്ച രീതിയിൽ പാസ്സാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനു മുൻപായി ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. First question, what should be the form of correspondence to the Vice Chancellor of a university? Option A, letter. Option B, demi-official. Option C, proceedings. And option D, memorandum. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള കത്തിടപാടിൻ്റെ മാതൃക ഏതെന്നാണ് ചോദ്യം. MOPയുടെ 104-ാം പാരഗ്രാഫിൽ വിവിധങ്ങളായിട്ടുള്ള റൂൾസ് ഓഫ് കറസ്പോണ്ടൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സർക്കാർ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, PSC, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തുടങ്ങിയവരുമായെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ലെറ്റർ ഫോമാണ് ഉപയോഗിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ലെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ഡിസ്പോസൽസ് ആർ ടു ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ? Option A, 5 years. Option B, retained permanently. Option C, 7 years. And option D, 10 years. ആർ ഡിസ്പോസൽസ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നശിപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 78-ലാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫൈനൽ ഡിസ്പോസൽസിനെ കുറിച്ച് പറയുന്നത്. R, D, L, N, F, X, XN, XL തുടങ്ങി വിവിധങ്ങളായ ഡിസ്പോസൽസ് ഉണ്ട്. അതിൽ നശിപ്പിക്കാതെ സ്ഥിരമായി സൂക്ഷിക്കേണ്ടവയാണ് ആർ ഡിസ്പോസൽസ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, റീറ്റെയിൻ പെർമനൻ്റ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡേയ്സ് കാഷ്വൽ ലീവ് വിൽ ബി ഫോർഫീറ്റഡ് ആസ് എ പെനാൽറ്റി ഫോർ 3 late attendance without permission? Option A, 1.5. Option B, 3 days. Option C, 1 day. And option D, none. അനുമതിയില്ലാത്ത 3 ലേറ്റ് ലീവുകൾക്ക് എത്ര കാഷ്വൽ ലീവ് കുറവ് ചെയ്യുമെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 160-ൽ അനുവദനീയമായ സമയം കഴിഞ്ഞ് വൈകി എത്തുന്നവർക്ക് അറ്റൻഡൻസ് രജിസ്റ്ററിലെ അന്നത്തെ കോളത്തിൽ ലേറ്റ് ലീവ് മാർക്ക് ചെയ്യേണ്ടതും ഇങ്ങനെയുള്ള ഓരോ 3 ലേറ്റ് ലീവുകൾക്കും ഒരു കാഷ്വൽ ലീവ് കുറവ് ചെയ്യുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, 1 day. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ എ കമ്മ്യൂണിക്കേഷൻ റിസീവ്ഡ് ഇൻ ആൻ ഓഫീസ് വിച്ച് ഈസ് സ്റ്റാമ്പ്ഡ് വിത്ത് ദ നമ്പർ ഓഫ് ദ ഓഫീസ് അൻറ്റിൽ ഇറ്റ്സ് ഫൈനൽ ഡിസ്പോസൽ? ഓപ്ഷൻ എ, കറസ്പോണ്ടൻസ്. ഓപ്ഷൻ ബി, ലെറ്റർ. ഓപ്ഷൻ സി, എൻക്ലോഷർ. ആൻഡ് ഓപ്ഷൻ ഡി, കറൻറ്റ്. അതായത് ഒരു ഓഫീസിൽ ലഭിച്ച് നമ്പർ ഇട്ടതിനു ശേഷം ഫൈനൽ ഡിസ്പോസൽ ആകുന്നതുവരെ ആ കമ്മ്യൂണിക്കേഷനെ എന്തെന്നാണ് പറയുന്നതെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 4-ൽ ഡെഫിനിഷൻസിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഓഫീസിൽ ലഭിച്ച് അതിന് നമ്പറിട്ട് ഓഫീസ് സീലും പതിച്ച് ഫൈനൽ ഡിസ്പോസൽ ആകുന്നതുവരെ അതിനെ കറണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വിൽ കമ്പയർ ദ പെൻഡൻസി ആസ് പെർ അരിയർ ലിസ്റ്റ് വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ? ഓപ്ഷൻ എ, ഫെയർ കോപ്പി സൂപ്രണ്ട്. ഓപ്ഷൻ ബി, ഓഫീസ് സൂപ്രണ്ട്. ഓപ്ഷൻ സി, സബ്ജക്ട് ക്ലർക്ക്. ആൻഡ് ഓപ്ഷൻ ഡി, ഹെഡ് ഓഫ് ഓഫീസ്. അതായത് അരിയർ ലിസ്റ്റിനെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററുമായി ഒത്തുനോക്കി പെൻഡിങ് കേസുകൾ കണ്ടുപിടിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടി എന്നാണ് ക്വസ്റ്റ്യൻ. MOP പാരഗ്രാഫ് 152-ലാണ് ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുപ്രകാരം അരിയർ ലിസ്റ്റിനെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററുമായി ഒത്തുനോക്കി
പെൻഡിങ് കേസുകൾ കണ്ടുപിടിക്കേണ്ടത് ഫെയർ കോപ്പി സൂപ്രണ്ടിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ഫെയർ കോപ്പി സൂപ്രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The valuables received with communication as enclosures shall be handed over to option A, head of office, option B, manager, option C, office superintendent, and option D, head of department. MOP പാരഗ്രാഫ് 18 പ്രകാരം മണി, ചെക്ക്, മറ്റ് വാല്യൂബിൾസ് എന്നിവ ലഭിച്ചു കഴിഞ്ഞാൽ തപാൽ ക്ലർക്ക് സെക്യൂരിറ്റി രജിസ്റ്ററിൽ അത് എൻ്റർ ചെയ്തതിന് ശേഷം മാനേജർക്ക് കൈമാറേണ്ടതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, മാനേജർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫെയർ കോപ്പീസ് ഇൻറ്റൻഡഡ് ടു ഹയർ അതോറിറ്റീസ് ആർ ടു ബി സൈൻഡ് ബൈ ഓപ്ഷൻ എ, മാനേജർ, ഓപ്ഷൻ ബി, ഓഫീസ് സൂപ്രണ്ട്, ഓപ്ഷൻ സി, ഹെഡ് ഓഫ് ഓഫീസ്, ആൻഡ് ഓപ്ഷൻ ഡി, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹയർ അതോറിറ്റീസിനെ അഭിസംബോധന ചെയ്യുന്ന കത്തുകൾ ആരാണ് ഒപ്പിടേണ്ടതെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 105 ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഹയർ അതോറിറ്റീസിന് സംബോധന ചെയ്യുന്ന കത്തുകൾ ഹെഡ് ഓഫ് ദി ഓഫീസാണ് സൈൻ ചെയ്യേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, ഹെഡ് ഓഫ് ദി ഓഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പീരിയോഡിസിറ്റി ഫോർ റീറ്റെയിനിങ് എ റണ്ണിംഗ് നോട്ട്? ഓപ്ഷൻ എ, ആഫ്റ്റർ 1 year, ഓപ്ഷൻ ബി, ആഫ്റ്റർ 2 years, ഓപ്ഷൻ സി, ആഫ്റ്റർ 5 years, ആൻഡ് ഓപ്ഷൻ ഡി, ആഫ്റ്റർ 3 years. ഒരു റണ്ണിംഗ് നോട്ട് എത്ര കാലമാണ് സൂക്ഷിക്കേണ്ടത് എന്നാണ് ചോദ്യം. MOP അപ്പൻഡിക്സ് 2 ഇതേക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതുപ്രകാരം റണ്ണിംഗ് നോട്ട്, പീരിയോഡിക്കൽ രജിസ്റ്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ, പേഴ്സണൽ രജിസ്റ്റർ, ഫെയർ കോപ്പി രജിസ്റ്റർ, സ്റ്റാമ്പ് അക്കൗണ്ട് തുടങ്ങിയവയെല്ലാം 3 വർഷമാണ് സൂക്ഷിക്കേണ്ടത്. അതിനുശേഷം ഇവ നശിപ്പിച്ച് കളയാവുന്നതാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് if an order dealt with more than one subject which falls under more than one head? Option A, cross referencing, option B, chaining, option C, indexing, and option D, clubbing. അതായത് ഒരു ഉത്തരവ് ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുകയും അത് ഒന്നിലധികം ഹെഡുകളിലായി സൂചിപ്പിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്തെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 98 ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഒരു ഉത്തരവ് ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുകയും അത് ഒന്നിലധികം ഹെഡുകളിലായി സൂചിപ്പിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി ക്രോസ് റെഫറൻസിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, ക്രോസ് റെഫറൻസിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. where the date and nature of disposal of a current file will be entered in the personal register. Option A, in column 7, option B, last column, option C, in column 4, and option D, in column 9. ഒരു കറണ്ട് ഫയലിൻ്റെ ഡേറ്റ് ആൻഡ് നാച്ചർ ഓഫ് ഡിസ്പോസൽസ് പേഴ്സണൽ രജിസ്റ്ററിൻ്റെ ഏത് കോളത്തിലാണ് എൻ്റർ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. MOP പാരഗ്രാഫ് 34 പ്രകാരം ഒരു കറണ്ട് ഫയലിൻ്റെ ഡേറ്റ് ആൻഡ് നാച്ചർ ഓഫ് ഡിസ്പോസൽ ആ പേഴ്സണൽ രജിസ്റ്ററിൻ്റെ അവസാന കോളത്തിൽ ചുവന്ന മഷി കൊണ്ട് എഴുതി ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, ലാസ്റ്റ് കോളം. Next question. Who is expected to open the envelope addressed by name and marked strictly confidential? Option A, head of office, option B, office superintendent, option C, addressee, and option D, തപാൽ ക്ലർക്ക്. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കവറുകൾ ആരാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 5 പ്രകാരം ഉദ്യോഗസ്ഥരുടെ പേര് വച്ചുള്ളതും സീക്രട്ട് എന്നോ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നോ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ കവറുകൾ അതാത് ഉദ്യോഗസ്ഥർ തന്നെയാണ് തുറക്കേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, അഡ്രസ്സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
What is the form of correspondence used to communicate the orders passed by the head of an institution in exercise of a statutory power? Option A, endorsement. Option B, letter form. Option C, memorandum. And option D, proceedings. അതായത് തൻ്റെ നിയമപരമായ അധികാരം ഉപയോഗിച്ച് ഒരു ഓഫീസ് മേധാവി ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അതിന് ഏത് ലെറ്റർ ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 104 പ്രകാരം ഒരു ഓഫീസ് മേധാവി തൻ്റെ നിയമപരമായ അധികാരം വിനിയോഗിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴോ പ്രധാനപ്പെട്ട കാര്യനിർവഹണ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുമ്പോഴോ പ്രൊസീഡിങ്സ് ഫോമാണ് ഉപയോഗിക്കുന്നത്. So here the answer option D, proceedings. Next question. An official correspondence to higher authorities shall be in the form. Option A, endorsement form. Option B, letter form. Option C, memorandum. And option D, proceedings. ഉന്നത അധികാരികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫോം ഓഫ് കറസ്പോണ്ടൻസ് ഏതെന്നാണ് ചോദ്യം. ഇതും MOP പാരഗ്രാഫ് 104 തന്നെയാണ് പറയുന്നത്. ഉന്നത അധികാരികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ലെറ്റർ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, ലെറ്റർ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബോഡി ഓഫ് ദ ലെറ്റർ ഫോളോസ് ആഫ്റ്റർ ദ ഡാഷ്. ഓപ്ഷൻ എ, സബ്ജക്റ്റ്. ഓപ്ഷൻ ബി, റെഫറൻസ്. ഓപ്ഷൻ സി, അഡ്രസ്. ആൻഡ് ഓപ്ഷൻ ഡി, സല്യൂട്ടേഷൻ. ബോഡി ഓഫ് ലെറ്റർ ഏതിനു ശേഷമാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 61 പ്രകാരം റെഫറൻസിന് ശേഷമാണ് ലെറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വരേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, റെഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെയർ ദ മണി, ചെക്ക് ഓർ വാല്യൂബിൾസ് റിസീവ്ഡ് ആസ് എൻക്ലോഷേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ. ഓപ്ഷൻ എ, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. ഓപ്ഷൻ ബി, പേഴ്സണൽ രജിസ്റ്റർ. ഓപ്ഷൻ സി, സെക്യൂരിറ്റി രജിസ്റ്റർ. ആൻഡ് ഓപ്ഷൻ ഡി, ക്യാഷ് ചെസ്റ്റ്. അതായത് മണി, ചെക്ക് തുടങ്ങി മറ്റു വാല്യൂബിൾസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഏത് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുമെന്നാണ് ചോദ്യം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. MOP പാരഗ്രാഫ് 18 പ്രകാരം ഇങ്ങനെ വാല്യൂബിൾസ് ആയിട്ടുള്ളവ ലഭിച്ചു കഴിഞ്ഞാൽ അത് തപാൽ ക്ലർക്ക് സെക്യൂരിറ്റി രജിസ്റ്ററിലാണ് എൻ്റർ ചെയ്യേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, സെക്യൂരിറ്റി രജിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിഫേസ് ദ സ്റ്റാമ്പ്സ് അഫിക്സഡ് ഓൺ പെറ്റീഷൻസ്. ഓപ്ഷൻ എ, സെക്ഷൻ ക്ലർക്ക്. ഓപ്ഷൻ ബി, സെക്ഷൻ സൂപ്രണ്ട്. ഓപ്ഷൻ സി, ഹെഡ് ഓഫ് ഓഫീസ്. ആൻഡ് ഓപ്ഷൻ ഡി, തപാൽ ക്ലർക്ക്. അതായത് പെറ്റീഷൻസിൽ പതിച്ചിരിക്കുന്ന സ്റ്റാമ്പുകൾ ഡീഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് റദ്ദാക്കേണ്ടത് ആരെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 19 പ്രകാരം പെറ്റീഷൻസിൽ പതിച്ചിരിക്കുന്ന സ്റ്റാമ്പുകൾ ഡീഫേസ് ചെയ്യേണ്ടത് തപാൽ ക്ലർക്കാണ്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, തപാൽ ക്ലർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു ബി ഡൺ ഓൺ റിസീപ്റ്റ് ഓഫ് എ പെറ്റീഷൻ from a MB or MLA. Option A, acknowledgement. Option B, grant. Option C, reject. And option D, accept. അതായത് MPമാർ, MLAമാർ തുടങ്ങിയവരിൽ നിന്നും ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്തെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 72 പ്രകാരം പ്രൈവറ്റ് പാർട്ടീസിൽ നിന്നും ലഭിക്കുന്ന പരാതികൾക്ക് ഉടൻ തന്നെ കൈപ്പറ്റി രസീത് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് 13/6/1973 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ജനപ്രതിനിധികളിൽ നിന്നും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈപ്പറ്റി രസീത് നൽകേണ്ടതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ എ, അക്നോളജ്. Next question. An official correspondence from a government official to another without official formalities and with a personal touch is called. Option A, personal. Option B, confidential. Option C, demi-official. And option D, friendly letter.
അതായത് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ മറ്റൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫോം ഓഫ് കറസ്പോണ്ടൻസ് ഏതെന്നാണ് ചോദ്യം. ഇക്കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. MOP പാരഗ്രാഫ് 104 പ്രകാരം രണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ തമ്മിൽ അനൗദ്യോഗികമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസിന് ഡെമി ഒഫീഷ്യൽ ഫോമാണ് ഉപയോഗിക്കുന്നത്. So here the answer option C, demi official. Next question. When one case has relevance in relation to another case, both the cases are submitted together and this process is termed as option A tagging, option B chaining, option C referencing and option D linking. അതായത് ഒരു ഫയലിലെ വിഷയത്തിന് മറ്റൊരു ഫയലിലെ വിഷയവുമായി ബന്ധമുള്ള പക്ഷം അവ രണ്ടും ഒരുമിച്ചാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 46 ഇക്കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപ്രകാരം തീർപ്പാക്കിയിട്ടില്ലാത്ത ഒരു ഫയലിലെ ഒരു പേപ്പറിനെ മറ്റൊരു ഫയലിൽ പരാമർശിക്കേണ്ടി വരുമ്പോൾ രണ്ട് ഫയലുകളും കൂട്ടിച്ചേർക്കും. ഈ പ്രോസസ്സിനെ ലിങ്കിങ് ഓഫ് ഫയൽസ് എന്നാണ് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, ലിങ്കിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മൈനർ ഡിവിഷൻ ഓഫ് ദ ഓഫീസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സൂപ്രണ്ട് ആൻഡ് വൺ ഓർ മോർ ക്ലർക്ക് ഈസ് കാൾഡ് ഓപ്ഷൻ എ സബ് ഓഫീസ്, ഓപ്ഷൻ ബി സെക്ഷൻ, ഓപ്ഷൻ സി ബ്രാഞ്ച് ഓഫീസ് ആൻഡ് ഓപ്ഷൻ ഡി യൂണിറ്റ് ഓഫീസ്. അതായത് ഒരു സൂപ്രണ്ടും ഒന്നോ അതിലധികമോ ക്ലർക്കും ഉൾപ്പെടുന്ന ഒരു ഓഫീസിലെ ചെറിയൊരു ഡിവിഷനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒരു സൂപ്രണ്ടും ഒന്നോ അതിലധികമോ ക്ലർക്കും ഉൾപ്പെടുന്ന ഒരു ചെറിയ ഡിവിഷനെ സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇക്കാര്യം MOP പാരഗ്രാഫ് 4 പരാമർശിച്ചിട്ടുള്ളത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ബി, സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Confidential papers sent to section shall be kept in safe custody of option A section clerk, option B head of office, option C supervisory officer and option D fair copy superintendent. അതായത് സെക്ഷനിലേക്ക് നൽകുന്ന കോൺഫിഡൻഷ്യൽ പേപ്പേഴ്സ് ആരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നാണ് ചോദ്യം. കോൺഫിഡൻഷ്യൽ പേപ്പേഴ്സിൻ്റെ സൂക്ഷിപ്പിനെ പറ്റി MOP പാരഗ്രാഫ് 165 സൂചിപ്പിക്കുന്നത്. അതുപ്രകാരം ഹെഡ് ഓഫ് ദ ഓഫീസിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലാത്തവ അതത് സൂപ്പർവൈസറി ഓഫീസറുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, സൂപ്പർവൈസറി ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് എ സെക്ഷൻ? ഓപ്ഷൻ എ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷൻ ക്ലർക്ക്, ഓപ്ഷൻ ബി ഹെഡ് ഓഫ് ഓഫീസ്, ഓപ്ഷൻ സി സെക്ഷൻ ക്ലർക്ക് ആൻഡ് ഓപ്ഷൻ ഡി സെക്ഷൻ സൂപ്രണ്ട്. അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയൻ ആരെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 159 പ്രകാരം അതത് സെക്ഷൻ സൂപ്രണ്ടുമാരാണ് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സിൻ്റെ കസ്റ്റോഡിയൻ. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, സെക്ഷൻ സൂപ്രണ്ട്. Next question. Annual index list will be destroyed after dash years. Option A 5 year, option B 10 year, option C 20 years, option D 15 years. ആനുവൽ ഇൻഡെക്സ് ലിസ്റ്റ് എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കണമെന്നതാണ് ചോദ്യം. ഇക്കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. MOP അപ്പൻഡിക്സ് 2 പ്രകാരം ആനുവൽ ഇൻഡെക്സ് ലിസ്റ്റ് 20 വർഷം സൂക്ഷിച്ചതിന് ശേഷമാണ് നശിപ്പിച്ച് കളയേണ്ടത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ സി, 20 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൾ ഒഫീഷ്യൽ ഓർ ഡെമി ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് റിസീവ്ഡ് ഇൻ ആൻ ഓഫീസ് അണ്ടിൽ രജിസ്ട്രി ഈസ് കാൾഡ് ഓപ്ഷൻ എ തപാൽ, ഓപ്ഷൻ ബി കറൻറ്റ്, ഓപ്ഷൻ സി ഫയൽ ആൻഡ് ഓപ്ഷൻ ഡി മെയിൽ. അതായത് ഒരു ഓഫീസിൽ ലഭിക്കുന്ന ഔദ്യോഗികമോ അർദ്ധ ഔദ്യോഗികമോ ആയ കമ്മ്യൂണിക്കേഷൻസ് നമ്പർ ഇടുന്നത് വരെ എന്തെന്ന് പറയുമെന്നാണ് ചോദ്യം. MOP പാരഗ്രാഫ് 4 ഡെഫിനിഷൻസിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഒരു ഓഫീസിൽ ലഭിക്കുന്ന ഔദ്യോഗികമോ അർദ്ധ ഔദ്യോഗികമോ ആയ എല്ലാ അറിയിപ്പുകളും നമ്പർ ഇടുന്നത് വരെ തപാൽ എന്നാണ് അറിയപ്പെടുന്നത്.
So here the answer option A, Tabal. Last question. A file originated from the any reference issued from the office is called option A, back file, option B, current file, option C, moving file and option D, erasing file. അതായത് ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഓഫീസിൽ നിന്നും അയക്കുന്ന എന്തെങ്കിലും റെഫറൻസിനെ എന്തു പറയുമെന്നാണ് ചോദ്യം. ഇതും MOP പാരഗ്രാഫ് 4-ലാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം ഫയൽസിനെ എറേസിംഗ് ഫയൽസ് എന്നാണ് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി, എറേസിംഗ് ഫയൽ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് MOPയുടെ പാരഗ്രാഫ് നമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. വളരെ ശ്രദ്ധാപൂർവം പഠിക്കുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.